നമസ്കാരം. കർക്കിടകം 32-ാം തീയതിയായ ഓഗസ്റ്റ് 16 വെള്ളിയാഴ്ച സന്ധ്യയ്ക്കാണ് ആദ്യത്തിന്റെ ചിങ്ങരാശി സംക്രമം നടന്നതിന്റെ പിറ്റേ പകൽ പുതുവർഷം തുടങ്ങുന്നു. അങ്ങനെ 2024 ഓഗസ്റ്റ് 17 ശനിയാഴ്ച ചിങ്ങം 1-ാം തീയതിയാകുന്നു. ഈ വർഷം ഓരോ നക്ഷത്രക്കാരുടെയും അഥവാ 27 നക്ഷത്രക്കാരുടെയും ജീവിതത്തിൽ സംഭവിക്കുന്ന ആ കാര്യങ്ങളെക്കുറിച്ച് വിശദമായി തന്നെ മനസ്സിലാക്കാം. അഥവാ 27 നക്ഷത്രക്കാരുടെയും സമ്പൂർണ്ണ പുതുവർഷ ഫലമാണ് ഈ വീഡിയോയിലൂടെ പരാമർശിക്കാനായി പോകുന്നത്. പറയുന്നത് പൊതുഫല പ്രകാരമാകുന്നു. അതിനാൽ ഓരോ നക്ഷത്രക്കാരുടെയും ജാതക പ്രകാരം ഈ ഫലങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ വന്നു ചേരാം. അശ്വതി നക്ഷത്രക്കാർക്ക് കൊല്ലവർഷം 1200-ാം ആണ്ട് പല നിലയ്ക്കും അഥവാ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ശുഭകരമാണ്, അനുകൂലമാണ് എന്ന് പറയാം. പ്രധാനമായും മനസ്സിലാക്കേണ്ടത് നക്ഷത്രനാഥനായ കേതു 6-ാം ഭാവത്തിൽ ഉപജയ സ്ഥാനത്തിലാകിയാൽ പ്രവൃത്തികൾ ഗുണകരമായി മാറും. ശനിയുടെ അനുകൂലത മീനം പകുതി വരെ തുടരും എന്നതിനാൽ ഭാവിയിൽ പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായി തീരും. ഭാവി മുന്നിൽ കണ്ടുള്ള പ്രവർത്തനങ്ങൾ അത് നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ നൽകും. ഈ സമയം ഗൃഹത്തിലെ മുതിർന്നവരുമായി ബന്ധപ്പെട്ട് വയോജനങ്ങളുമായി ബന്ധപ്പെട്ട് ആരോഗ്യപരമായ പ്രശ്നങ്ങളുണ്ട് എങ്കിൽ അതിൽ അല്പം സ്വസ്ഥത വന്നു ചേരും. പൂർവികമായ സ്വത്തുക്കളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം. വ്യാഴത്തിന്റെ സുസ്ഥിതി കുടുംബ ഭദ്രതയ്ക്ക് അനുകൂലമാണ് എന്ന് പറയാം. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ വിദ്യയിൽ ഉയർച്ച നേടാം. കൂടാതെ തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് തൊഴിൽ ലഭിക്കാനുള്ള സാധ്യതകൾ, ജോലിക്കയറ്റം, ശമ്പള വർധനവ് എന്നിവ പ്രതീക്ഷിക്കാം. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് അനുകൂലമായ ചില കാര്യങ്ങൾ പ്രധാനമായും കടന്നു വന്നു എന്ന് വരാം. ചിങ്ങം, കന്നി, മകരം, കുംഭം മാസങ്ങൾ നിങ്ങൾക്ക് കൂടുതൽ അനുകൂലമാണ് എന്നുകൂടി മനസ്സിലാക്കുക. ഭരണി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ചിങ്ങമാസത്തിൽ തുടങ്ങുന്ന പുതുവർഷം നിങ്ങൾക്ക് വളരെ അനുകൂലമാണ് എന്ന് പറയാം. പ്രധാനപ്പെട്ട ഗ്രഹങ്ങൾക്ക് സൽഭാവങ്ങളിൽ സ്ഥിതി ഉള്ളതിനാൽ വളരെയധികം അനുകൂലമായ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരും. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം മികച്ചതായ വിജയങ്ങൾ നേടുവാൻ നിങ്ങൾക്ക് സാധിക്കും. ആഗ്രഹിച്ചതായ പല കാര്യങ്ങളും നേടിയെടുക്കുവാൻ സാധിച്ചു എന്ന് വരാം. ആഗ്രഹിച്ച വിഷയത്തിൽ ഉപരിപഠനം നടത്തുവാൻ നിങ്ങൾക്ക് സാധിച്ചു എന്ന് വരാം. തൊഴിൽ അന്വേഷിക്കുന്നവർക്കും അനുകൂലമാണ് ഫലം. കൂടാതെ കച്ചവടം അല്പം ലാഭകരമായി തീരാം. പുതിയ വരുമാന സ്രോതസ്സുകൾ വന്നു ചേരാം. കൂടാതെ ഈ സമയം പുതിയ രീതിയിലുള്ള അധികാര സ്രോതസ്സുകൾ നിങ്ങളിലേക്ക് വന്നു ചേരാം. കൂടാതെ ഈ സമയം ജന്മനാട്ടിലേക്ക് മാറ്റം കിട്ടുവാനുള്ള സാധ്യതകളുണ്ട്. പ്രണയം വിവാഹത്തിലേക്ക് വന്നു ചേരുവാനുള്ള ഭവിക്കുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. കൂടാതെ ആരോഗ്യ കാര്യങ്ങളിൽ അല്പം മാറ്റങ്ങൾ വന്നു ചേരാം. ചിങ്ങമാസവും അതേപോലെ കന്നി, മകരം, കുംഭം, മിഥുനം മാസങ്ങൾ നിങ്ങൾക്ക് കൂടുതൽ അനുകൂലമാണ് എന്ന കാര്യവും ഓർക്കുക. അതിനാൽ ഈ സമയം പ്രവർത്തനങ്ങൾ നിങ്ങൾക്ക് കൂടുതൽ അനുകൂലമായി ഭവിക്കും. ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകുന്നതിലൂടെ ഈ വർഷം കൂടുതലും ശുഭകരമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും. കാർത്തിക നക്ഷത്രക്കാർ മനസ്സിലാക്കേണ്ടത് മേടക്കൂറുകാരായ കാർത്തിക നക്ഷത്രക്കാരാണ് എങ്കിൽ വർഷത്തിന്റെ മുക്കാൽ പകും ഏതാണ്ട് മീനം മുതൽ മേടമാസം വരെ നിങ്ങൾക്ക് അനുകൂലമാണ്. ഇടവക്കൂറുകാരാണ് എങ്കിൽ സമ്മിശ്രമായ ഫലവും ശേഷം അനുകൂലമായ ഫലവും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും. വ്യവഹാരങ്ങളിൽ വിജയങ്ങൾ, അനുരഞ്ജനങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ യാഥാർത്ഥ്യമാവുക, ലഭിക്കാനുള്ള പണം തിരികെ കൈകളിലേക്ക് ലഭിക്കുക, ജോലിയുമായി ബന്ധപ്പെട്ട ശ്രമങ്ങൾ, അതായത് ജോലിക്കായുള്ള ശ്രമങ്ങൾ വിജയത്തിലെത്തുക, ആശയവിനിമയങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരുക തുടങ്ങിയ കാര്യങ്ങൾ വന്നു ചേരാം. ആദരിക്കപ്പെടുവാനുള്ള സാധ്യതകളുണ്ട്. വിവാഹവുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം. മേലധികാരികളുടെ പ്രശംസ നേടിയെടുക്കുവാൻ അഥവാ പ്രീതി നേടിയെടുക്കുവാൻ സാധിക്കും. കൂടാതെ ഈ സമയം ധനം പല വഴികളിലൂടെയും കടന്നു വരാം. നിക്ഷേപവുമായി ബന്ധപ്പെട്ട് അല്പം സാമ്പത്തികപരമായ നേട്ടങ്ങൾ വന്നു ചേരാം. കുടുംബത്തിലെ പുതുതലമുറയുടെ ശ്രേയസ് സന്തോഷകരമായി തീരും. അതായത് സന്താനങ്ങളുമായി ബന്ധപ്പെട്ടോ പുതുതലമുറയുമായി ബന്ധപ്പെട്ടോ അനുകൂലമായ ചില കാര്യങ്ങൾ, സന്തോഷകരമായ ചില നിമിഷങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരുവാൻ സാധ്യത കൂടുതലാണ് എന്ന് പറയാം. അതിനാൽ ഈ സമയം പൊതുവിൽ നിങ്ങൾക്ക് അനുകൂലമാകുന്നു. ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ച് തന്നെ മുന്നോട്ട് പോവുക. രോഹിണി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം
കണ്ടകശനി, ജന്മവ്യാഴം തുടങ്ങിയ പ്രതികൂലതകൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്ന വർഷമാണ്. പല കാര്യങ്ങളിലും കാര്യവിഘ്നം വന്നു ചേരാം. നവസംരംഭങ്ങളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലം ലഭിക്കണം എന്നില്ല. ഇത്തരം കാര്യങ്ങൾക്ക് മുതൽ മുടക്കുന്നതിന് അനുകൂലമായ സമയമല്ല. ഉദ്യോഗസ്ഥർക്ക് സ്ഥാനക്കയറ്റം വൈകാം. ചില ദോഷകരമായ ഫലങ്ങൾ വന്നു ചേരാം. കൂടാതെ ഈ സമയം പല കാര്യങ്ങളും അനുകൂലമായി ഭവിക്കണം എന്നില്ല. കൂടാതെ 5-ലെ കേതുസ്ഥിതിയാൽ ബുദ്ധി ഉണർന്ന് പ്രവർത്തിക്കണം എന്നില്ല. മക്കളുടെ കാര്യത്തിൽ പലവിധ ആശങ്കകൾ വന്നു ചേരാം. മീനമാസം മുതൽ ഗുണാനുഭവങ്ങൾ വന്ന് തുടങ്ങുന്നതുമാണ്. സ്വാശ്രയ ബിസിനസ് വിപുലീകരിക്കപ്പെടുവാൻ സാധിക്കും. അവിവാഹിതർക്ക് വിവാഹം നടക്കുവാനുള്ള സാധ്യതകളുണ്ട്. പുതിയ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാം. ആദായം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാം. അത്തരത്തിൽ പൊതുവിൽ ശുഭകരമാണ് ചില കാര്യങ്ങൾ. എന്നിരുന്നാലും പ്രധാനമായും ഈ വന്നു ചേർന്നിരിക്കുന്നതായ ദോഷകരമായ ഫലങ്ങളെ മുൻകൂട്ടി കണ്ട് അതനുസരിച്ച് പ്രവർത്തിക്കേണ്ടത് അനിവാര്യമാകുന്നു. അല്ലെങ്കിൽ പലവിധ തടസ്സങ്ങളും തിരിച്ചടികളും പ്രധാനമായും ചില നഷ്ടങ്ങളും ജീവിതത്തിലേക്ക് ഈ വർഷം വന്നു ചേരാം. ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. മകീരം, സമ്മിശ്രമായ ഫലങ്ങളാണ് ഈ വർഷം അധികവും വന്നു ചേരുക. നേട്ടമായാലും കോട്ടമായാലും അത് സ്ഥിരമായി നിലനിൽക്കണം എന്നില്ല. മാറി മറിഞ്ഞു വരാം. താൽക്കാലികമായ ചില ജോലികൾ ലഭിക്കാം. കരാറുമായി ബന്ധപ്പെട്ട ചില അനുകൂലമായ കാര്യങ്ങൾ വന്നു ചേരാം. പണികൾ നീട്ടിക്കിട്ടാം. വിദ്യാഭ്യാസവും അതേപോലെ തന്നെ തൊഴിലുമായി ബന്ധപ്പെട്ട് അന്യനാട്ടിലേക്ക് പോകേണ്ടതായ അവസരങ്ങൾ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ വന്നു ചേരാം. നാട്ടിലേക്ക് ജോലി മാറ്റം പ്രതീക്ഷിക്കുന്നവർക്ക് ആദ്യ പകുതി വരെ കാത്തിരിക്കേണ്ടി വരും എന്ന കാര്യം ഓർക്കുക. വർഷത്തിന്റെ ആദ്യ പകുതി കഴിഞ്ഞതിന് ശേഷം കാര്യങ്ങൾ കൂടുതൽ അനുകൂലമായി തീരാം. കൂടാതെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ചില തിരിച്ചടികൾ വന്ന് ചേരാവുന്നതുമാണ്. കൂടാതെ ഈ സമയം പല കാര്യങ്ങളും ശരിയായ രീതിയിൽ മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ മുന്നോട്ട് പോകുവാൻ പാടൂ. ഗൃഹനിർമ്മാണവുമായി ബന്ധപ്പെട്ട ചില തടസ്സങ്ങൾ അല്ലെങ്കിൽ വേഗത കുറയുക, നിർമ്മാണ വേഗത കുറയുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. കൂടാതെ മാതാപിതാക്കളെ പുറത്തേക്ക് കൊണ്ടുപോകുവാനുള്ള ശ്രമങ്ങൾ ചില തടസ്സങ്ങളാൽ അല്പം നീണ്ടുപോകുവാനുള്ള സാധ്യതകളുണ്ട്. കൂടാതെ ഈ സമയം ആഗ്രഹിച്ചതായ ചില ക്ഷേത്രങ്ങളിൽ അഥവാ തീർത്ഥാടന യോഗം വന്ന് ചേരുന്നതുമാണ്. അത്തരം കാര്യങ്ങൾക്ക് അനുകൂലമാകുന്നു. എന്നാൽ ഈ സമയം പ്രധാനമായും വന്നു ചേർന്നിരിക്കുന്നതായ ആ പ്രശ്നങ്ങൾ മുൻകൂട്ടി കണ്ട് മുന്നോട്ട് പോകുന്നതാണ് ശുഭകരം എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. തിരുവാതിര നക്ഷത്രക്കാർ ചില കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ശനി 9-ൽ, രാഹു 10-ൽ, വ്യാഴം 12-ൽ എന്നിങ്ങനെ പ്രധാന ഗ്രഹങ്ങൾ സഞ്ചരിക്കുന്നതാകുന്നു. അതിനാൽ സമ്മിശ്രമായ ഫലങ്ങളാണ് വന്നു ചേരുക. ഗുണവും വരാം, ദോഷവും വരാം. അത്തരത്തിലുള്ള അനുഭവങ്ങളാണ് പ്രതീക്ഷിക്കുവാൻ സാധിക്കുക. തൊഴിൽ ലഭിക്കാനുള്ള സാധ്യതകളുണ്ട്. എന്നാൽ അധ്വാനം കൂടുതലായി വേണ്ടിവരും. വേതനക്കുറവ്, അത്തരത്തിലുള്ള ചില പ്രശ്നങ്ങൾ വന്നു ചേരാം. വിദ്യാർത്ഥികൾക്ക് ഏകാഗ്രത പ്രതീക്ഷിച്ചതുപോലെ ലഭിക്കണം എന്നില്ല. വരുമാനം പ്രതീക്ഷിക്കാം. എന്നിരുന്നാലും ചെലവ് വർദ്ധിക്കാം. 4-ലെ കേതു ഗൃഹത്തിൽ ചില പ്രശ്നങ്ങൾക്ക് കാരണമായി തീരാം. സമാധാനം നഷ്ടമാകുന്നതിന് കാരണമായി തീരാം. വാഹനം ഉപയോഗിക്കുന്നവരാണ് എങ്കിൽ അല്പം കരുതൽ വേണ്ടതാകുന്നു. ചില ആനുകൂല്യങ്ങൾ ലഭിക്കുവാൻ ചില തടസ്സങ്ങൾ വന്നു ചേരാം. മകരത്തിന് ശേഷം നേട്ടങ്ങൾ അല്പം വർദ്ധിക്കുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. പല വിധത്തിലുള്ള രാഷ്ട്രീയപരമായും അല്ലാതെയും വിജയങ്ങൾക്കുള്ള സാധ്യതകൾ വന്നു ചേരാം. ദാമ്പത്യ ജീവിതത്തിൽ സ്വസ്ഥതയും ഐക്യവും മടങ്ങി വരാൻ ശ്രമിക്കുകയാണ് എങ്കിൽ അതൊരു പരിധിവരെ വിജയിക്കും എന്ന കാര്യവും ഓർക്കുക. ഈ കാര്യങ്ങളാണ് പ്രധാനമായും ഈ വർഷം ശ്രദ്ധിക്കേണ്ടത്. ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ച് നിങ്ങൾ മുന്നോട്ട് പോവുക. പുണർദം നക്ഷത്രക്കാർ ചില കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. മിഥുനക്കൂറിൽ വരുന്ന പുണർദം നക്ഷത്രക്കാരാണ് നിങ്ങൾ എങ്കിൽ ഉയർച്ചയും താഴ്ചകളും പ്രതീക്ഷിക്കാവുന്ന വർഷമാണ്. കർക്കിടകക്കൂറുകാരാണ് എങ്കിൽ ഗുണകരമായ ഫലങ്ങൾ വന്ന് ചേരാവുന്നതുമാണ്. പല കാര്യങ്ങളിലും നിങ്ങൾക്ക് നഷ്ടങ്ങൾ വന്നു ചേരാം. സാമ്പത്തികപരമായ നഷ്ടങ്ങൾ ചൂതാട്ടങ്ങളുമായി ബന്ധപ്പെട്ടും വന്നു ചേരാം. ഭൂമി വ്യാപാരവുമായി ബന്ധപ്പെട്ട് ലാഭം അല്പം കുറയുവാനുള്ള സാധ്യതകളുണ്ട്. കൂടാതെ ഈ സമയം പുതിയ തൊഴിൽ തേടുന്നത് ആശ്വാസകരമല്ല എന്ന കാര്യം ഓർക്കുക. കാരണം പലവിധ തടസ്സങ്ങൾ വന്നു ചേരുന്നതിന് കാരണമായി തീരും. ഈ സമയം ന്യായമായ ആവശ്യങ്ങൾക്കുള്ള പണം കണ്ടെത്തുവാൻ സാധിക്കും. എന്നിരുന്നാൽ പോലും അല്പം ശ്രമകരമായ കാര്യങ്ങളാണ് എന്ന കാര്യം ഓർക്കുക. പരിചയ സമ്പത്താൽ വിദേശത്തെ ജോലി ലഭിക്കുകയോ അത്തരം കാര്യങ്ങൾക്ക് സാധ്യത കൂടുതലാകുന്നു. സുഹൃത്തുക്കളിൽ നിന്നും വേണ്ടപ്പെട്ടവരിൽ നിന്നും സാമ്പത്തികപരമായ ചില സഹായങ്ങൾ
പ്രതീക്ഷിക്കാവുന്ന സമയമാണ്. പ്രണയബന്ധങ്ങളുമായി ബന്ധപ്പെട്ട് ചില അനുകൂലമായ തീരുമാനങ്ങൾ കൈക്കൊള്ളേണ്ടതായി വരാം. അത്തരം കാര്യങ്ങൾക്കും സാധ്യതയുണ്ട്. ഈ സമയം ആത്മീയ കാര്യങ്ങളിൽ അല്പം താല്പര്യം വർദ്ധിക്കുന്നതായ സമയം കൂടിയാണ് എന്ന് മനസ്സിലാക്കുക. ഈ സമയം പ്രധാനമായും ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ച് നിങ്ങൾ മുന്നോട്ട് പോകേണ്ടതാകുന്നു. പൂയം നക്ഷത്രക്കാർ ചില കാര്യങ്ങൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ശനി അഷ്ടമത്തിൽ തുടരുന്നതാകുന്നു. വ്യാഴം ലാഭഭാവത്തിലും സഞ്ചരിക്കുന്നുണ്ട്. ആകയാൽ ജീവിതത്തെ പരിപോഷിപ്പിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന ഫലങ്ങൾ നൽകുകയും ചെയ്യുന്ന ഒരു വർഷമാണ് ഇത്. അനുകൂലമാണ് പൊതുവിൽ സമയം. പ്രയത്നം പാഴാവുകയില്ല, അല്ലെങ്കിൽ അനുകൂലമായ കാര്യങ്ങൾ വന്നു ചേരാം. നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിച്ചതായ ചില കാര്യങ്ങൾ, ആസൂത്രണം ചെയ്തതായ കാര്യങ്ങൾ, അത് നിങ്ങൾക്ക് ശരിയായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിച്ചു എന്ന് വരാം. ചില തടസ്സങ്ങൾ വന്നാലും അത് തരണം ചെയ്യുവാൻ സാധിക്കും. കൂടാതെ ഈ സമയം സ്വയം നവീകരിക്കുവാൻ, ചില മാറ്റങ്ങൾ കൊണ്ടുവരുവാൻ നിങ്ങൾ തയ്യാറാകുന്നതുമാണ്. തൊഴിലുമായി ബന്ധപ്പെട്ട് ചില മാറ്റങ്ങൾ വന്നു ചേരാം. ആദായം വർദ്ധിപ്പിക്കാം. കൂടാതെ പരീക്ഷകളിൽ, അഭിമുഖങ്ങളിൽ വിജയിക്കുവാൻ സാധിക്കുന്നതാണ്. കുടുംബ ബന്ധങ്ങളിൽ ഉണ്ടായിരുന്നതായ ചില പ്രശ്നങ്ങൾ, അത് പരിഹരിച്ച് നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നതായ സമയം എന്ന പ്രത്യേകതയുണ്ട്. പല കാര്യങ്ങളിലും അംഗീകാരം ലഭിക്കുന്നതായ സമയമാണ്. കലാകാരന്മാർക്ക് അനുകൂലമായ അവസരങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. കൂടാതെ ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ പ്രധാനമായും വയോജനങ്ങളെ പരിപാലിക്കുന്നതുമായി ബന്ധപ്പെട്ട് അല്പം ശ്രദ്ധ പുലർത്തി മുന്നോട്ട് പോവുക. അവരുടെ ആരോഗ്യ കാര്യങ്ങളിൽ വളരെയധികം ശ്രദ്ധ പുലർത്തേണ്ടതായ ഒരു സമയമാണ് എന്ന കാര്യവും പ്രത്യേകം ഓർക്കുക. ഈ കാര്യങ്ങളാണ് പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത്. പൊതുവിൽ അനുകൂലമാണ് സമയം. അതിനാൽ തന്നെ ശരിയായ രീതിയിൽ ചിന്തിച്ച് ഈ സമയം പ്രവർത്തിക്കുക. ആയില്യം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം പൊതുവിൽ അനുകൂലമാണ് സമയം. പുതിയ വഴികൾ പലതും തുറക്കുന്നതായ സമയമാണ് എന്ന് പറയാം. പല കാര്യങ്ങളിലും ശരിയായ രീതിയിൽ ശരിയായ സമയത്ത് പ്രവർത്തിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. അതിനുള്ള കഴിവ് ലഭിക്കും. കൂടാതെ ഈ സമയം ജോലി ആഗ്രഹിക്കുന്നവർക്ക് ജോലി ലഭിക്കാനുള്ള സാധ്യതകളുണ്ട്. അർഹമായ തൊഴിൽ തന്നെ ലഭിക്കുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. എന്നാൽ ചില സമ്മർദ്ദങ്ങൾ നിങ്ങൾക്ക് പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നേരിടേണ്ടതായി വരാം. ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലെ തർക്കങ്ങൾ പരിഹരിക്കുവാൻ സാധിച്ചു എന്ന് വരാം. സൽസന്താനത്തെ ലഭിക്കുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. കടബാധ്യതകളുണ്ട്, എങ്കിലും ഒരു പരിധിവരെ പരിഹരിക്കുവാൻ സാധിച്ചു എന്ന് വരാം. ചിട്ടി, നറുക്കെടുപ്പ് തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ധനം കൈകളിലേക്ക് വന്ന് ചേരുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. ഇത്തരത്തിൽ അനുകൂലമാണ് സമയം. എന്നിരുന്നാൽ പോലും പ്രധാനമായും വാഹനങ്ങൾ കൈകാര്യം ചെയ്യുമ്പോഴും അല്പം ശ്രദ്ധ നിങ്ങൾ പുലർത്തേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ച് തന്നെ മുന്നോട്ട് പോവുക. ഗുണകരമായ ആ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ശരിയായ രീതിയിൽ പ്രാവർത്തികമാക്കുവാൻ ശ്രമിക്കുക. തൊഴിലുമായി ബന്ധപ്പെട്ടും ബിസിനസ്സുമായി ബന്ധപ്പെട്ടും കൂടുതൽ ശ്രദ്ധ പുലർത്തി മുന്നോട്ട് പോവുക. എടുത്തുചാടി തീരുമാനങ്ങൾ എടുക്കാൻ പാടില്ല എന്ന കാര്യം പ്രത്യേകം ഓർക്കേണ്ടതായിട്ടുണ്ട്. മകം നക്ഷത്രക്കാരുടെ വാർഷിക ഫലം നോക്കുമ്പോൾ ചില കാര്യങ്ങൾ പ്രധാനമായും നിങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. 7 കണ്ടകശനി, അഷ്ടമത്തിൽ രാഹു, 10 വ്യാഴം എന്നിങ്ങനെ വിപരീതമായ ഗ്രഹസ്ഥിതികളെ ചൂണ്ടിക്കാണിക്കുവാൻ കഴിയും. എന്നിരുന്നാലും അനുഭവം കൊണ്ട് കുറച്ചൊക്കെ നേട്ടങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാക്കുവാൻ സാധിക്കുന്നതായ സമയവുമാണ്. ക്ഷമ അനിവാര്യമാണ്. അച്ചടക്കം നിങ്ങൾക്ക് അനിവാര്യമാകുന്നു. അച്ചടക്കത്തോടെ പ്രവർത്തിക്കുക. വിജയങ്ങൾ പല കാര്യങ്ങളിലും നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ സാധിക്കും. ചെറിയ സന്തോഷങ്ങൾ, അനുകൂലമായ ചില കാര്യങ്ങൾ വന്നു ചേരാം. ജോലി തേടുന്നവരാണ് എങ്കിൽ താൽക്കാലികമായ ജോലി ലഭിക്കാനുള്ള സാധ്യതകളുണ്ട്. എന്നാൽ വലിയ മുതൽ മുടക്കുകൾക്കും അത് കടം വാങ്ങിയാണ് എങ്കിൽ പോലും അനുകൂലമല്ല എന്ന കാര്യം ഓർക്കുക. മീനമാസം തൊട്ട് നേട്ടങ്ങൾ അനുകൂലമായി തീരും. അത്തരത്തിലുള്ള കാര്യങ്ങൾ വന്നു ചേരാം. സ്വതന്ത്ര നിലപാടുകൾ അംഗീകരിക്കപ്പെടും എന്ന കാര്യവും ഓർക്കുക. ധനപരമായ ചില പ്രയാസങ്ങളുണ്ട് എങ്കിൽ പോലും അത് പരിഹരിക്കുവാൻ ഒരു പരിധിവരെ നിങ്ങൾക്ക് സാധിക്കും. കൂടാതെ ഉദ്യോഗത്തിൽ ഉയർച്ച നേടുവാൻ സാധിച്ചു എന്ന് വരാം. നിക്ഷേപങ്ങളുമായി ബന്ധപ്പെട്ട് ഫലപ്രദമായി തന്നെ പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമാക്കുവാൻ സാധിക്കും. കുടുംബ ബന്ധം കൂടുതൽ ഊഷ്മളമായി തീരും എന്ന കാര്യവും പ്രത്യേകം ഓർക്കുക. ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോയില്ല എങ്കിൽ ഈ വർഷം പല തിരിച്ചടികളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാം.
അത് നിങ്ങൾക്ക് കടബാധ്യതകൾ വന്ന് ചേരുന്നതിനും ഇരട്ടിക്കുന്നതിനും കാരണമായി തീരും. ശ്രദ്ധയോടെ തന്നെ ഈ കാര്യങ്ങൾ ഓർത്ത് മുന്നോട്ട് പോവുക. പൂരം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഇച്ഛാശക്തിയും ക്രിയാശക്തിയും സമന്വയിപ്പിക്കേണ്ട വർഷമാണ് എന്ന് പറയാം. നേട്ടങ്ങൾ ഉണ്ടാക്കുവാൻ സാധിക്കും എങ്കിൽ പോലും നിരന്തരമായ പ്രയത്നങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരും. ചില വ്യക്തികൾ നിങ്ങളെ വഴിതെറ്റിക്കുവാൻ ശ്രമിക്കുന്നതാണ്. നിങ്ങൾ ശരിയായ പാതയിലൂടെ മുന്നോട്ട് പോകും. എന്നിരുന്നാൽ പോലും അവരുടെ തെറ്റായ ഉപദേശം നിങ്ങൾക്ക് ദോഷകരമായി തീരും. അതിനാൽ ഈ വ്യക്തികളെ നിങ്ങൾ തിരിച്ചറിയുക, ശ്രദ്ധ പുലർത്തി മുന്നോട്ട് പോവുക. കഴിവതും വ്യവഹാരങ്ങൾക്ക് മുതിരരുത് എന്ന കാര്യം ഓർക്കുക. രമ്യതയിൽ പരിഹരിച്ച് മുന്നോട്ട് പോവുക. ഈ സമയം ഉദ്യോഗസ്ഥർക്ക് സ്ഥാനോന്നതി ലഭിക്കുവാൻ അല്പം സാധ്യത കുറവാണ്. വൈകാൻ സാധ്യത കൂടുതലാണ് എന്ന് പറയാം. അന്യദേശത്ത് കഴിയുന്നവർക്ക് നാട്ടിലേക്ക് മടങ്ങുവാൻ അല്പം കാലതാമസം നേരിടാം. സാമ്പത്തികപരമായ അച്ചടക്കം അനിവാര്യമായ വർഷമാകുന്നു. കൂടാതെ പല സംരംഭങ്ങളുമായി ബന്ധപ്പെട്ട് നേട്ടങ്ങൾ വന്നു ചേരാം. കരാറുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ അനുകൂലമായി ഭവിക്കാം. കൂടാതെ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ലാഭം കൈവരിക്കുവാൻ സാധിക്കുന്നതുമാണ്. കൂടാതെ ഈ സമയം പഠനവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ അനുകൂലമായി തീരാം. രാഷ്ട്രീയ പ്രവർത്തകർക്ക് അല്ലെങ്കിൽ ബിസിനസ്സുമായി ബന്ധപ്പെട്ടും ശത്രുക്കൾ വർദ്ധിക്കുവാനുള്ള സാധ്യതകളുണ്ട്. മത്സരങ്ങൾ കഠിനമായി തീരും എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. അതിനാൽ അത്തരം കാര്യങ്ങൾ മുൻകൂട്ടി കണ്ട് നിങ്ങൾ പ്രവർത്തിക്കുകയാണ് എങ്കിൽ അത് നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ നൽകും. അതിനാൽ വളരെ ശ്രദ്ധയോടെ തന്നെ മുന്നോട്ട് പോകേണ്ടതായ ഒരു വർഷമാണ് എന്ന് നിസ്സംശയം പറയാം. ഉത്തര നക്ഷത്രക്കാർ മനസ്സിലാക്കേണ്ടത് ചിങ്ങക്കൂറുകാർക്ക് സമ്മിശ്രവും കന്നിക്കൂറുകാരാണ് എങ്കിൽ അവർക്ക് ഗുണകരവുമായ വർഷമാണ് എന്ന് തന്നെയാണ്. ആസൂത്രണം ചെയ്ത കാര്യങ്ങൾ അത് ശരിയായ രീതിയിൽ തന്നെ നിർവഹിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. ചില തടസ്സങ്ങൾ വന്നു ചേരും. എന്നിരുന്നാൽ പോലും അത് ഒരു പരിധിവരെ നിങ്ങൾക്ക് ഒഴിവാക്കുവാൻ സാധിക്കും. വിദ്യാർത്ഥികൾക്ക് മികച്ചതായ വിജയങ്ങൾ നേടുവാൻ സാധിക്കും. ശ്രമിക്കുകയാണ് എങ്കിൽ ആ കാര്യങ്ങൾ നടക്കും എന്ന് തന്നെയാണ് ഫലം. അതിനാൽ വിദ്യയിൽ ഉയർച്ച നേടുവാൻ ശ്രമങ്ങൾ നടത്തുക. വ്യാപാരികൾക്ക് ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ചില നേട്ടങ്ങൾ വന്നു ചേരാം. വായ്പാ സൗകര്യങ്ങൾ ലഭിക്കുന്നതാകുന്നു. വാഹനങ്ങൾ അല്ലെങ്കിൽ ആഗ്രഹിച്ചതായ ചില കാര്യങ്ങൾ വാങ്ങുവാൻ സാധിക്കുന്നതായ സമയം കൂടിയാണ് ഇത്. പ്രണയികൾക്ക് ഒന്നിക്കുവാൻ വിവാഹ ബന്ധവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അനുകൂലമായി തീരാം. വിവാഹം അനുകൂലമായി തീരാം. കടക്കണിയിൽ നിന്നും ഏകദേശം അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും. അഥവാ മുക്തി ലഭിക്കുവാനുള്ള സാധ്യതകൾ വർദ്ധിക്കും. ബന്ധങ്ങളുടെ ദൃഢത വർദ്ധിപ്പിക്കുവാൻ സാധിക്കും. ബന്ധങ്ങളുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ അനുകൂലമായി ഭവിക്കാം. ജീവിത നിലവാരം മെച്ചപ്പെടുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. കൂടാതെ ഈ സമയം ആത്മീയ കാര്യങ്ങളിൽ അല്പം താല്പര്യം വർദ്ധിക്കുകയും ക്ഷേത്രങ്ങളിൽ നിങ്ങൾ ആഗ്രഹിച്ചതായ ചില ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുവാനുള്ള അവസരങ്ങൾ വന്നു ചേരും. അത്തരം കാര്യങ്ങൾക്കും ഈ സമയം അനുകൂലമാണ് എന്ന് മനസ്സിലാക്കുക. അത്തം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം പ്രധാന ഗ്രഹങ്ങൾ അനുകൂല ഭാവത്തിൽ ആകയാൽ പ്രധാനപ്പെട്ട ഒരു വർഷം തന്നെയായി മാറും. നേട്ടങ്ങൾ പലതും നിങ്ങൾക്ക് അനുകൂലമായി തീരും അല്ലെങ്കിൽ വന്നു ചേരും. കൂടാതെ ഈ സമയം അസാധ്യം എന്ന് കരുതിയ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരുവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അത്തരം കാര്യങ്ങൾ വന്നു ചേരാം. പലരുടെയും പിന്തുണ ലഭിക്കാനുള്ള സാധ്യതകളുണ്ട്. ജോലിയിൽ ഉയർച്ച നേടുവാൻ സാധിച്ചു എന്ന് വരാം. സാമ്പത്തികമായ ഞെരുക്കങ്ങൾ അനുഭവിക്കുന്നവർ തന്നെയാണ് ഇവർ. അതിൽ നിന്നും ഒരു പരിധിവരെ മോചനം ലഭിക്കും. കൂടാതെ ആഗ്രഹിച്ചതായ ചില കാര്യങ്ങൾ വാങ്ങുവാൻ സാധിച്ചു എന്ന് വരാം. ദാമ്പത്യ ജീവിതത്തിൽ ഉണ്ടായിരുന്നതായ ചില പ്രശ്നങ്ങൾ പരിഹരിച്ച് ജീവിതം അനുകൂലമാക്കി തീർക്കുവാൻ സാധിക്കും. കൂടാതെ ഈ സമയം കുട്ടികളുമായി ബന്ധപ്പെട്ട് സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ കാര്യങ്ങൾ വന്നു ചേരാം. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് പുതിയ ചില കാര്യങ്ങൾ ചെയ്യുവാനുള്ള അവസരങ്ങൾ വന്നു ചേരും. ആരോഗ്യപരമായി നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ വന്ന് ചേരുന്നതായ സമയമാകുന്നു. ഇത്തരത്തിൽ അനുകൂലമായ കാര്യങ്ങൾ സംഭവിക്കും എന്ന കാര്യം ഓർക്കുക. അതിനാൽ ഇത്തരത്തിൽ വന്നു ചേരുന്നതായ കാര്യങ്ങൾ അവസരങ്ങൾ
ഈ വർഷം ശരിയായ രീതിയിൽ നിങ്ങൾ വിനിയോഗിച്ച് മുന്നോട്ട് പോവുക. എന്നാൽ എടുത്തുചാട്ടം പാടുള്ളതല്ല. ചിന്തിച്ചതിന് ശേഷം മാത്രമേ ഏത് കാര്യവുമായി ബന്ധപ്പെട്ടും മുന്നോട്ട് പോകാൻ പാടൂ എന്ന കാര്യവും പ്രത്യേകം ഓർക്കുക. ചിത്തിര നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം കന്നിക്കൂറുകാരായ ചിത്തിര നക്ഷത്രക്കാർക്ക് ആഗ്രഹ സാഫല്യം വന്നു ചേരുന്ന ചില കാര്യങ്ങൾ അനുകൂലമാകുന്ന ഒരു വർഷം തന്നെയാണ് എന്ന് പറയാം. തൊഴിൽ തേടുന്നവരാണ് എങ്കിൽ നിങ്ങൾക്ക് അനുകൂലമായ തൊഴിൽ ലഭിക്കാനുള്ള സാധ്യതകളുണ്ട്. ഉദ്യോഗത്തിൽ അല്പം ഉയർച്ച ലഭിക്കാനുള്ള സാധ്യതകളും കൂടുതലാകുന്നു. കൂടാതെ വിഭിന്നമായ ജോലിയുമായി ബന്ധപ്പെട്ടും അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം. കൂടാതെ ഈ സമയം പുതിയ അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാം. നവസംരംഭകർക്ക് അനുകൂലമായ ചില കാര്യങ്ങൾ വന്നു ചേരാം. ധനസ്ഥിതി അല്പം മെച്ചപ്പെടുന്നതായ കാര്യങ്ങൾ വന്നു ചേരാം. അഭിമുഖങ്ങളിലും മത്സരങ്ങളിലും വിജയങ്ങൾ നേടുവാൻ സാധിച്ചു എന്ന് വരാം. വരവും ചെലവും നിങ്ങൾക്ക് അനുകൂലമായി തീരും. അതായത് രണ്ടും സമമായിരിക്കും. അതിനാൽ തന്നെ അല്പം അധിക കാര്യങ്ങൾ നിങ്ങൾ ചെയ്യേണ്ടതായി വരാം. അതായത് ഒന്നിൽ കൂടുതൽ ധനസ്രോതസ്സുകൾ നിങ്ങൾ ശ്രമിക്കേണ്ടതായി വരാം. ജോലിയിൽ അല്പം അധ്വാനം വർദ്ധിക്കുന്നതായ സമയം കൂടിയാണ് ഇത്. വേതന വർധനവ് പ്രതീക്ഷിക്കുന്നത് പോലെ വന്നു ചേരണം എന്നില്ല. പല കാര്യങ്ങളിലും പുതുമ നിങ്ങൾ ആഗ്രഹിക്കും. എന്നിരുന്നാൽ പോലും തൽസ്ഥിതി തുടരപ്പെടുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. സഹായ വാഗ്ദാനങ്ങൾ പ്രതീക്ഷിക്കുന്നത് പോലെ അനുകൂലമാകണം എന്നില്ല. ദാമ്പത്യ ജീവിതത്തിൽ ചില പ്രശ്നങ്ങൾ വന്നു ചേരും. എന്നിരുന്നാൽ പോലും അനുരഞ്ജനത്തിലൂടെ അത് മുന്നോട്ട് പോകും. അഥവാ ഈ പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കും എന്ന കാര്യം ഓർക്കുക. അതിനാൽ ഈ പരാമർശിച്ചിരിക്കുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് നിങ്ങൾ മുന്നോട്ട് പോകേണ്ടതായ ഒരു സമയമാണ് എന്ന് നിസ്സംശയം പറയാം. ചോതി നക്ഷത്രക്കാർ ചില കാര്യങ്ങൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടത് അനിവാര്യമാണ്. വ്യാഴം അഷ്ടമത്തിൽ ആകയാൽ പല കാര്യങ്ങളിലും ആദ്യം തടസ്സങ്ങൾ വന്നു ചേരാം. പിന്നീട് ആ കാര്യം നടക്കുവാൻ അല്പം ശ്രമങ്ങൾ നടത്തേണ്ടതായി വരും. അതിനാൽ തന്നെ ഈ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ചില വിഷമങ്ങൾ വന്നു ചേർന്നു എന്ന് വരാം. അതിനാൽ ആദ്യം പ്രയാസമുണ്ടാകും. എന്നിരുന്നാലും പിന്നീട് നിങ്ങൾക്ക് പ്രവർത്തിക്കുവാനുള്ള ഊർജം ലഭിക്കും. തൊഴിൽപരമായ സാഹസങ്ങൾ നിങ്ങൾ ഒഴിവാക്കേണ്ടത് അനിവാര്യമാണ്. അറിയാത്ത തൊഴിൽ തുടങ്ങാൻ നിൽക്കരുത്. അഥവാ അത്തരം കാര്യങ്ങൾ ഒഴിവാക്കുന്നതാണ് ശുഭകരം. സാമ്പത്തികപരമായ അച്ചടക്കം പുലർത്തേണ്ടത് അനിവാര്യമാണ്. അല്ലെങ്കിൽ കടക്കെണി വന്നു ചേരുവാനുള്ള സാധ്യതകളുണ്ട്. വ്യവഹാരങ്ങൾക്ക് മുതിരാതെ പ്രശ്നങ്ങൾ അനുകൂലമാക്കുവാൻ അല്ലെങ്കിൽ പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ ശ്രമിക്കുക. ചികിത്സ പല കാര്യങ്ങളിലും തേടേണ്ടതായി വരാം. വർഷത്തിന്റെ രണ്ടാം പകുതിയിൽ ദാമ്പത്യ സൗഖ്യം പ്രതീക്ഷിക്കാവുന്നതാണ്. മുടങ്ങിക്കിടക്കുന്നതായ പല സംരംഭങ്ങളും നിങ്ങൾക്ക് വീണ്ടും തുടങ്ങുവാൻ സാധിച്ചു എന്ന് വരാം. സാമ്പത്തികപരമായ സ്രോതസ്സുകളിൽ നിന്നും ധനം വന്നു ചേരുവാനുള്ള സാധ്യതകളുണ്ട്. പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ശ്രദ്ധയോടെ തന്നെ പൂർത്തീകരിക്കുവാൻ നിങ്ങൾക്ക് സാധിച്ചു എന്ന് വരാം. ആത്മവിശ്വാസം വർദ്ധിക്കുന്നതായ സമയമാണ്. അത്തരത്തിൽ അനുകൂലമായ ചില കാര്യങ്ങളും ജീവിതത്തിൽ വന്നു ചേരാം. അതിനാൽ തന്നെ ഈ സമയം ഇത്തരം കാര്യങ്ങൾ അല്പം ശ്രദ്ധ പുലർത്തി മുന്നോട്ട് പോവുക. പല കാര്യങ്ങളിലും എടുത്തുചാടി തീരുമാനങ്ങൾ എടുക്കാം എന്നൊരു ചിന്ത വന്നു ചേരാവുന്നതുമാണ്. അത്തരം ചിന്തകൾ ഒഴിവാക്കി ഏതൊരു കാര്യവും ശരിയായ രീതിയിൽ ചിന്തിച്ചതിന് ശേഷം മാത്രം പ്രവർത്തിക്കുക. വിശാഖം. തുലാക്കൂറുകാരായ വിശാഖം നക്ഷത്രക്കാർക്ക് വർഷത്തിന്റെ രണ്ടാം ഭാഗവും വൃശ്ചികക്കൂറുകാരായ നക്ഷത്രക്കാർക്ക് അഥവാ വിശാഖം നക്ഷത്രക്കാർക്ക് ആദ്യ പകുതിയും കൂടുതൽ അനുകൂലമായി തീരാം. സാമ്പത്തിക കാര്യങ്ങളിൽ ജാഗ്രത വളരെയധികം പുലർത്തേണ്ടതായ സമയമാണ് എന്ന് മനസ്സിലാക്കുക. പല കാര്യങ്ങളിലും അബദ്ധം പിണയുവാനുള്ള സാധ്യതകളുണ്ട്. സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ വേണ്ടപ്പെട്ടവരിൽ നിന്നും ചില സഹായങ്ങൾ പ്രതീക്ഷിക്കാവുന്നതുമാണ്. എന്നാൽ വാഹനങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധ പുലർത്തി നിങ്ങൾ മുന്നോട്ട് പോകേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. കൂടാതെ ഈ സമയം പല കാര്യങ്ങളിലും ദുരാരോപണങ്ങൾ, മാനഹാനി നേരിടുവാനുള്ള സാധ്യതകളുണ്ട്. ഗാർഹികമായ ചില പ്രശ്നങ്ങൾ അത് വർദ്ധിക്കുവാനുള്ള സാധ്യതയുണ്ട്. അതിനാൽ അത്തരം കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തുക. വിദേശത്ത് പോകുന്നവരാണ് എന്നിരുന്നാൽ പോലും തൊഴിൽ ചെയ്യുന്നവരോ പഠനവുമായി ബന്ധപ്പെട്ട്
മുന്നോട്ട് പോകുന്നവരോ അല്ലെങ്കിൽ ഉള്ളവരോ ആണ് എങ്കിൽ ചില പ്രതിബന്ധങ്ങളെ നേരിടേണ്ടതായി വരും. പരീക്ഷാ വിജയം, ഉന്നത പഠന സാധ്യത എന്നിവ നിങ്ങൾക്ക് അനുകൂലമായി തീരാം. അത്തരം കാര്യങ്ങൾ സംഭവിക്കാം. പ്രണയബന്ധങ്ങൾ തടസ്സപ്പെട്ടാലും മുന്നേറുന്നതുമാണ്. ഈ സമയം ഏതൊരു കാര്യത്തിലും ചിന്തിച്ച് പ്രവർത്തിക്കേണ്ടതാകുന്നു. ചില വ്യക്തികളുടെ ഉപദേശത്താൽ ചില അബദ്ധങ്ങൾ പിണയുവാനുള്ള സാധ്യതകൾ ഈ സമയം കൂടുതലാകുന്നു. അതിനാൽ പലവിധ ദോഷകരമായ കാര്യങ്ങളും വന്നു ചേരാം. അതിനാൽ ശ്രദ്ധയോടെ തന്നെ മുന്നോട്ട് പോവുക. കാര്യങ്ങൾ തങ്ങൾക്ക് അനുകൂലമാണ് എന്ന് ചിന്തിച്ചതിന് ശേഷം മാത്രം ഏത് കാര്യവുമായി ബന്ധപ്പെട്ടും പ്രവർത്തിക്കുക. അനിഴ നക്ഷത്രക്കാർ മനസ്സിലാക്കേണ്ടത് വ്യാഴം അനുകൂല ഭാവത്തിൽ സഞ്ചരിക്കുന്നതായ ഒരു വർഷമാണ്. അതിനാൽ തന്നെ ചില കാര്യങ്ങൾ അനുകൂലമായി ഭവിക്കാവുന്ന സമയമാകുന്നു. വളരെ കാലമായി ചില ആഗ്രഹങ്ങൾ മനസ്സിലുണ്ട് എങ്കിൽ അതിൽ ചില കാര്യങ്ങൾ സഫലമാകുവാനുള്ള സാധ്യതകളുണ്ട്. പലവിധ പരിശ്രമങ്ങൾ അത് വിജയത്തിലെത്തിക്കുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. സാഹചര്യങ്ങൾ കൂടുതൽ നിങ്ങൾക്ക് അനുകൂലമായി തീരും. യാത്രകൾ നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്തുവാൻ സാധിച്ചു എന്ന് വരാം. ബിസിനസ്സുമായി ബന്ധപ്പെട്ടുള്ള യാത്രകൾ അല്ലെങ്കിൽ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് അല്പം നേട്ടങ്ങൾ വന്നു ചേരാം. കൂട്ടുകച്ചവടം പുഷ്ടിപ്പെടുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. കൂടാതെ ഈ സമയം ബിസിനസ് വിപുലീകരിക്കുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. കൂടാതെ പല വ്യക്തികളുടെയും പ്രീതി സമ്പാദിക്കുവാൻ നിങ്ങൾക്ക് സാധിച്ചു എന്ന് വരാം. സ്വപ്ന സാഫല്യത്തിന് അവസരങ്ങൾ വന്നു ചേരാം. വിദേശ യാത്രയ്ക്കായി ശ്രമിക്കുന്നവരാണ് എങ്കിൽ അതിനുള്ള അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാം. ആദ്യം ചില തടസ്സങ്ങൾ വന്നു ചേർന്നു എന്ന് വരാം. എന്നാൽ അത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നു എന്ന കാര്യം പ്രത്യേകം ഓർക്കേണ്ടതായിട്ടുണ്ട്. കൂടാതെ ഈ സമയം പുതിയ അറിവുകൾ നേടുവാനും പുതിയ കാര്യങ്ങൾ പഠിക്കുവാനുള്ള അവസരങ്ങൾ വന്നു ചേരും. പഠനവുമായി ബന്ധപ്പെട്ടും ചില കാര്യങ്ങൾ അനുകൂലമായി തീരാം. ഈ സമയം പ്രധാനമായും ഇത്തരം കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. തൃക്കേട്ട നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ലക്ഷ്യബോധത്തോടെയുള്ള പ്രവർത്തനങ്ങൾ അത് അനുകൂലമായി ഭവിക്കുന്ന സമയമാണ്. അതായത് ഒരു കാര്യവുമായി ബന്ധപ്പെട്ട് അതെനിക്ക് നേടണം എന്ന ചിന്തയോടെ മുന്നോട്ട് പോവുകയാണ് എങ്കിൽ, അതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്യുകയാണ് എങ്കിൽ ആ കാര്യങ്ങൾ അനുകൂലമായി തീരാം. പല ആഗ്രഹങ്ങൾ മനസ്സിലുണ്ട് എങ്കിൽ പോലും അതിൽ ചില പ്രധാനപ്പെട്ടതായ കാര്യങ്ങൾ അല്ലെങ്കിൽ ന്യായമായ ചില ആഗ്രഹങ്ങൾ നടക്കുവാനുള്ള സാധ്യതകൾ വന്നു ചേരാം. പുതിയ സൗഹൃദങ്ങൾ നിങ്ങൾക്ക് ലഭിക്കാവുന്ന സമയമാകുന്നു. കഴിവിനനുസരിച്ചുള്ള അംഗീകാരങ്ങൾ തേടിയെത്തും. മുൻപ് പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അവഗണന നേരിട്ടവരാണ് എങ്കിൽ അതിൽ നിന്നും മാറി പരിഗണന, ആദരവ് നിങ്ങൾക്ക് വന്നു ചേരും. കുടുംബത്തിൽ നിന്നും പല കാര്യങ്ങൾക്കും പിന്തുണ ലഭിക്കുന്നതായ സമയമാണ്. കലാപരമായ കാര്യങ്ങളിൽ അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും. വിദേശത്തും നാട്ടിലും യാത്രകൾ ചെയ്യുവാനുള്ള അവസരമോ ജോലിയോ തുടങ്ങിയ കാര്യങ്ങൾ വന്നു ചേരാം. കുടുംബ ജീവിതവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നതായ ചില പ്രശ്നങ്ങളെ അത് പരിഹരിച്ച് മുന്നോട്ട് പോകുവാനും സന്തോഷപ്രദമായ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരുവാനും സാധ്യത കൂടുതലാകുന്നു. വർഷത്തിന്റെ അവസാന സമയമാകുമ്പോൾ ആ മാസങ്ങൾ അല്പം കരുതൽ വേണ്ട സമയമാകുന്നു. അതിനാൽ ഈ സമയം ശ്രദ്ധയോടെ മുന്നോട്ട് പോയില്ല എങ്കിൽ ചില തിരിച്ചടികൾ നിങ്ങൾക്ക് ലഭിക്കാനുള്ള സാധ്യതകൾ, ധനനഷ്ടം, മാനഹാനി തുടങ്ങിയ കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് വന്നു ചേരാം. മൂലം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ശനി ആശ്വാസവും സഹായവും നിങ്ങൾക്ക് നൽകുന്നതായ സമയമാകുന്നു. 3-ാം ഭാവത്തിൽ ശക്തമായ നിലയിലാണ് ശനി. അതിനാൽ മാനസികപരമായ ധൈര്യം നിങ്ങൾക്ക് വന്നു ചേരാം. അതിജീവനത്തിനുള്ള കരുത്ത് നിങ്ങൾക്ക് ലഭിക്കും. കൂടാതെ ഈ സമയം മുതിർന്നവരുടെ, വേണ്ടപ്പെട്ടവരുടെ സ്നേഹവും മാർഗനിർദ്ദേശവും നിങ്ങൾക്ക് ലഭിക്കാം. നേട്ടങ്ങൾ വന്നു ചേരും. എന്നിരുന്നാൽ പോലും അല്പം കഠിനാധ്വാനം നിങ്ങൾ ചെയ്യേണ്ടതായി വരാം. കൂടുതൽ ശ്രമകരമായ കാര്യങ്ങൾ ചെയ്യേണ്ടതായി വരാം. എന്നിരുന്നാലും നേട്ടങ്ങൾ വന്നു ചേരാം. കൂടാതെ ഈ സമയം ചില വിഷമങ്ങൾ വന്നു ചേരുവാനുള്ള, വേണ്ടപ്പെട്ടവരുമായി ബന്ധപ്പെട്ട് അത്തരത്തിലുള്ള വിഷമങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യതകളുണ്ട്. പുതിയ ചിന്തകൾ മനസ്സിലേക്ക് കടന്നു വരാം.
കൂടാതെ വിദ്യയിൽ ഉയർച്ച നേടുവാൻ സാധിച്ചു എന്ന് വരാം. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ഉയർച്ച നേടാം. അന്യദേശത്ത് ജോലി ലഭിക്കുവാനുള്ള സാധ്യതകളുണ്ട്. അന്യദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് മാറ്റം കിട്ടുക എളുപ്പമാവില്ല എന്ന കാര്യവും ഓർക്കുക. എന്നാൽ മീനമാസത്തിന് ശേഷം കൂടുതലായി തന്നെ അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാം. അതിനാൽ ആ സമയം വരെ നിങ്ങൾ അല്പം കൂടി ശ്രദ്ധ പുലർത്തുക. ഈ സമയം പലവിധ ചിന്തകൾ മനസ്സിലേക്ക് കടന്നു വരാം. എന്നാൽ ശ്രദ്ധയോടെ വളരെയധികം ചിന്തിച്ചതിന് ശേഷം മാത്രം കാര്യങ്ങൾ ചെയ്യുക. അല്ലെങ്കിൽ ധനപരമായ നഷ്ടങ്ങൾ, മറ്റ് നഷ്ടങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരുവാനുള്ള സാധ്യതകളുണ്ട്. പൂരാടം നക്ഷത്രക്കാർക്ക് ചില ശത്രുദോഷത്താൽ ചില കാര്യങ്ങൾ അനുകൂലമാകാത്തതായ ചില പ്രശ്നങ്ങളുണ്ട്. എന്നാൽ ശത്രുപക്ഷത്തെ തന്നെ നിങ്ങൾക്ക് തരണം ചെയ്യുവാനും നിർവീര്യമാക്കുവാനും സാധിക്കുന്നതായ ഒരു വർഷമാണ് എന്ന് പറയാം. പല കാര്യങ്ങളിലും വിജയങ്ങൾ നേടുവാൻ സാധിക്കും. പ്രവർത്തിക്കുകയാണ് എങ്കിൽ ആ പ്രവർത്തിക്കുന്ന കാര്യങ്ങളിൽ വിജയങ്ങൾ നേടുവാനുള്ള സാധ്യതകളുണ്ട്. സംരംഭകരാണ് എങ്കിൽ ആശ്വാസം വന്നു ചേരും. കടം വാങ്ങി കച്ചവടം തുടങ്ങുന്നത് അത്ര ശുഭകരമായി ഭവിക്കില്ല എന്ന കാര്യം ഓർക്കുക. സാമ്പത്തിക സ്ഥിതി നിങ്ങൾക്ക് അനുകൂലമായി തീരും. എന്നിരുന്നാൽ പോലും ശ്രദ്ധയോടെ തന്നെ മുന്നോട്ട് പോകേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. വിദ്യയിൽ ഉയർച്ച നേടുവാൻ സാധിക്കുന്നതായ സമയമാകുന്നു. ഭൂമിയിൽ മുതൽ മുടക്കുന്നതുമായി ബന്ധപ്പെട്ട് ചില നഷ്ടങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാകുന്നു. ഇത്തരത്തിൽ ചില അമളുകൾ സംഭവിക്കാവുന്നതുമാണ്. ധനനിക്ഷേപവുമായി ബന്ധപ്പെട്ട് വളരെയധികം ചിന്തിച്ചതിന് ശേഷം മാത്രമേ അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുവാൻ പാടൂ എന്ന കാര്യവും ഓർക്കുക. വിവാഹവുമായി ബന്ധപ്പെട്ട് അല്പം നീണ്ടു പോകുവാനുള്ള അത്തരത്തിലുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാകുന്നു. കൂടാതെ ഈ സമയം പ്രണയവുമായി ബന്ധപ്പെട്ട് ചില തിരിച്ചടികൾ വന്നു ചേരാം. എന്നാൽ മീനമാസം മുതൽ നിങ്ങൾക്ക് സമയം കൂടുതൽ അനുകൂലമായി തീരും. അതിനാൽ ഈ സമയം അല്പം മുൻതൂക്കം നിങ്ങൾക്ക് ലഭിക്കുവാനുള്ള സാധ്യതകളുണ്ട്. എന്നിരുന്നാലും ഈ കാര്യങ്ങൾ നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. ഉത്രാടം നക്ഷത്രക്കാരായ വ്യക്തികൾ മനസ്സിലാക്കേണ്ടതായ ചില പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. ധനുക്കൂറുകാർക്ക് ശനിയും മകരക്കൂറുകാർക്ക് വ്യാഴവും അനുകൂല ഭാവത്തിലാണ്. അതിനാൽ ഈ വർഷം ആത്മാർത്ഥമായ അധ്വാനവും നിരന്തരമായ അന്വേഷണവും ലക്ഷ്യത്തിലേക്ക് എത്തുവാൻ ആവശ്യമാണ്. എന്നിരുന്നാൽ പോലും അത് നിങ്ങൾക്ക് ശരിയായ രീതിയിൽ ചിന്തിച്ച് പ്രവർത്തിക്കുവാൻ സാധിക്കും. പലവിധ നേട്ടങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരും. കൂടാതെ ഈ സമയം താൽക്കാലികമായ ലാഭങ്ങൾ വന്നു ചേരും. അത് ഈ വർഷം കൂടുതലായി സംഭവിക്കാവുന്നതുമാണ്. കടബാധ്യതകളുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ അനുകൂലമാക്കുവാൻ സാധിക്കും. എന്നാൽ ഈ സമയം കൂടുതലായും ചെലവ് നിയന്ത്രിച്ചില്ല എങ്കിൽ കടബാധ്യതകൾ വന്നു ചേരാം, വർദ്ധിക്കുവാനുള്ള സാധ്യതകളുണ്ട്. ചെറുപ്പക്കാർക്ക് അല്ലെങ്കിൽ ജോലി അന്വേഷിക്കുന്നവർക്ക് ജോലി ലഭിക്കാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. പ്രതീക്ഷിച്ച തൊഴിലോ പ്രതീക്ഷിച്ച വേതനമോ തുടക്കത്തിൽ ലഭിക്കണം എന്നില്ല. ആ കാര്യവും ഓർക്കുക. കൂടാതെ ഈ സമയം പ്രധാനമായും സർക്കാരുമായി ബന്ധപ്പെട്ട് ചില ആനുകൂല്യങ്ങൾ ലഭിക്കാനുള്ള സാധ്യതകളുണ്ട്. ചില തീരുമാനങ്ങൾ പുനഃപരിശോധിക്കേണ്ടതായി വരും എന്ന കാര്യവും ഓർക്കുക. ആരോഗ്യപരമായും അല്പം ശ്രദ്ധ പുലർത്തേണ്ടതായി വരും. എന്നിരുന്നാൽ പോലും പൊതുവിൽ കാര്യങ്ങൾ അനുകൂലമായി തീരും. ഈ സമയം പൊതുവിൽ നിങ്ങൾക്ക് അനുകൂലമാണ്. എന്നിരുന്നാലും പ്രധാനമായും ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോയില്ല എങ്കിൽ അത് അബദ്ധങ്ങൾ പിണയുവാൻ അമളി സംഭവിക്കാൻ കാരണമായി തീരും. വ്യവഹാരങ്ങൾക്ക് പോകാതെ രമ്യതയിൽ പരിഹരിച്ച് മുന്നോട്ട് പോകുന്നതാണ് ശുഭകരം എന്ന കാര്യവും ഓർക്കുക. തിരുവോണം നക്ഷത്രക്കാർ മനസ്സിലാക്കേണ്ടത് ഇവർക്ക് യാഥാർത്ഥ്യങ്ങളോട് ഈ വർഷം പൊരുത്തപ്പെട്ട് പോകുവാൻ സാധിക്കും. അത്തരത്തിൽ ജീവിക്കുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ, അത്തരം കാര്യങ്ങൾ ഇവരിലേക്ക് വന്നു ചേരും. ജോലി ഇവർ ആഗ്രഹിക്കുന്നത് ലഭിക്കുവാനുള്ള സാധ്യതകൾ കുറവാണ്. എന്നിരുന്നാലും ലഭിച്ചതായ തൊഴിലിൽ ആത്മാർത്ഥത പുലർത്തി മുന്നോട്ട് പോകുവാൻ, ആ തൊഴിൽ ഇഷ്ടപ്പെട്ട് മുന്നോട്ട് പോകുവാൻ സാധ്യത കൂടുതലാകുന്നു. ബിസിനസ് പരമായ ചില നേട്ടങ്ങൾ വന്നു ചേരാം. ബിസിനസ്സിൽ ശോഭിക്കുവാൻ സാധിച്ചു എന്ന് വരാം. ധനവരവ് മോശമാകില്ല. എന്നിരുന്നാൽ പോലും ചെലവ് ക്രമാതീതമായോ അല്ലാതെയോ വർദ്ധിക്കുവാനുള്ള സാധ്യതകളുണ്ട്.
അത് നിങ്ങൾക്ക് പല വിധത്തിലുള്ള ദോഷകരമായ കാര്യങ്ങൾ വന്നു ചേരുന്നതിന് കാരണമായി തീരും. ശാന്തമായ രീതിയിൽ തന്നെ ദാമ്പത്യ ജീവിതം മുന്നോട്ട് നയിക്കുവാൻ സാധിക്കും. എന്നിരുന്നാലും ചില തർക്കങ്ങൾക്കുള്ള സാധ്യതകളുണ്ട്. കൂടാതെ ജന്മനാട്ടിലേക്ക് തിരികെ വരാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു, അഥവാ അത്തരം കാര്യങ്ങൾക്കായി ശ്രമങ്ങൾ നടത്തും. അതേപോലെ വിദേശത്തേക്ക് പോകുവാൻ ശ്രമിക്കുന്നവർക്ക് ചില കാര്യങ്ങൾ അനുകൂലമായി ഭവിച്ചു എന്ന് വരാം. എന്നാൽ ഈ സമയം പ്രധാനമായും മീനമാസത്തിൽ ശനി മാറ്റം വരുന്നതിലൂടെ 7 ശനി ദോഷത്തിന് പരിസമാപ്തിയാകും എന്ന കാര്യവും ഓർക്കുക. അതിനാൽ തന്നെ ഈ സമയം ഇത്തരം കാര്യങ്ങൾ കൂടി ശ്രദ്ധിച്ച് മുന്നോട്ട് പോകേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. അതല്ല എങ്കിൽ ചില കാര്യങ്ങളിൽ ദോഷകരമായ ഫലങ്ങൾ വന്നു ചേരാം. പ്രധാനമായും എടുത്തുചാട്ടം നിങ്ങൾ ഒഴിവാക്കി മുന്നോട്ട് പോകേണ്ടതും മുൻകോപം ഒഴിവാക്കേണ്ടതും അനിവാര്യം തന്നെയാണ് എന്ന കാര്യം ഓർക്കുക. അവിട്ടം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം പലവിധ നേട്ടങ്ങൾ വന്നു ചേരും. എന്നിരുന്നാൽ പോലും ചില കോട്ടങ്ങളും സംഭവിക്കാം. ആരോപണങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. കൂടാതെ ഈ സമയം സ്വതസിദ്ധമായ കഴിവിനാൽ പല കാര്യങ്ങളും അനുകൂലമാക്കി തീർക്കുവാൻ സാധിച്ചു എന്ന് വരാം. മനസ്സിൽ കണക്ക് കൂട്ടിയ ചില കാര്യങ്ങൾ അനുകൂലമായി ഭവിക്കാം. കൂടാതെ ഈ സമയം ജോലി ലഭിക്കാനുള്ള സാധ്യതകളുണ്ട്. സ്ഥാനക്കയറ്റം ലഭിക്കുകയോ വേതന വർധനവ് തുടങ്ങിയ കാര്യങ്ങൾക്കുള്ള സാധ്യതകൾ അല്പം കുറവാകുന്നു. സംഭവിക്കില്ല എന്നല്ല പറയുന്നത്, സാധ്യത അല്പം കുറവാണ്. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ന്യായമായ ആദായം വന്നു ചേരാം. എന്നാൽ വിപുലീകരണം, മറ്റു രീതിയിലുള്ള വികസനങ്ങൾ നിങ്ങൾ പ്രധാനമായും ചിന്തിക്കുകയാണ് എങ്കിൽ അത് എളുപ്പമാവില്ല എന്ന കാര്യം ഓർക്കുക. ധനപരമായ ചില പ്രയാസങ്ങൾ ചില അവസരങ്ങളിൽ വന്നു ചേരുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. ബന്ധങ്ങളുടെ ദൃഢത നിലനിർത്തുവാൻ നിങ്ങൾക്ക് സാധിച്ചു എന്ന് വരാം. ഗൃഹനിർമ്മാണം പൂർത്തീകരിക്കുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. കൂടാതെ മക്കളുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ അനുകൂലമായി തീരാം. കൂടാതെ ഈ സമയം പ്രധാനമായും കുടുംബവുമായി ബന്ധപ്പെട്ട യാത്രകൾ, സന്തോഷകരമായ നിമിഷങ്ങൾ വന്നു ചേരാം. എന്നാൽ ചെറിയ തർക്കങ്ങൾക്കുള്ള സാധ്യതയും തള്ളിക്കളയുവാൻ സാധിക്കില്ല എന്ന കാര്യം ഓർക്കുക. ഈ സമയം ചില തീരുമാനങ്ങൾ തെറ്റായി ഭവിക്കാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. അതിനാൽ അത്തരം കാര്യങ്ങളിലും ശ്രദ്ധ പുലർത്തി മുന്നോട്ട് പോകേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. ധനപരമായ കാര്യങ്ങളിൽ വളരെയധികം ശ്രദ്ധ പുലർത്തുക. ചെലവ് വർദ്ധിക്കുവാനുള്ള സാധ്യതകൾ അല്പം കൂടുതലാണ് എന്ന കാര്യവും പ്രധാനമായും നിങ്ങൾ ഓർക്കേണ്ടതായിട്ടുണ്ട്. ചതയം നക്ഷത്രക്കാർ മനസ്സിലാക്കേണ്ടത്, ജന്മശനി 4-ൽ വ്യാഴം, 2-ൽ രാഹു എന്നിങ്ങനെയുള്ള ഗ്രഹസ്ഥിതി വ്യക്തമാക്കുന്ന പ്രതികൂലതകളെ നിസാരമാക്കുന്ന ഗുണാനുഭവങ്ങൾ വന്നു ചേരാം. പല കാര്യങ്ങളിലും ആലോചിച്ച് പ്രവർത്തിക്കുന്നത് ശുഭകരമായി ഭവിക്കും. എടുത്തുചാട്ടം പാടുള്ളതല്ല. പെട്ടെന്ന് കാണുമ്പോൾ, ചിന്തിക്കുമ്പോൾ അത് അനുകൂലമാണ് എന്ന് വിചാരിക്കും. എന്നാൽ വളരെയധികം ചിന്തിക്കുന്നതായ സമയത്ത് അത് പ്രതികൂലമായി ഭവിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ് എന്ന കാര്യം മനസ്സിലാക്കാം. അല്ലെങ്കിൽ അത്തരത്തിലുള്ള അനുഭവങ്ങളാകും വന്നു ചേരുക. അതിനാൽ ശ്രദ്ധയോടെ തന്നെ മുന്നോട്ട് പോവുക. കൂടാതെ പ്രയത്നശീലം നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും. തടസ്സങ്ങൾ ഉണ്ടായാലും വിദ്യയിൽ പുരോഗതി ദൃശ്യമാകുന്ന സമയം കൂടിയാണ് ഇത്. കൂടാതെ ഈ സമയം ആത്മീയ കാര്യങ്ങളിൽ താല്പര്യം വർദ്ധിക്കുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. ജോലി ലഭിക്കാനുള്ള സാധ്യതകളുണ്ട്. അർഹതയ്ക്ക് അനുസരിച്ചോ അല്ലെങ്കിൽ ചില സമയങ്ങളിൽ അർഹതയ്ക്ക് ഇണങ്ങാത്തതായ ജോലിയും ലഭിക്കാം. അതിനാൽ 2 കാര്യങ്ങൾക്കും സാധ്യതയുണ്ട്. അതിനാൽ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. ദൂരദേശത്തേക്ക് പോകുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. സാമ്പത്തികപരമായ ചില അമളികൾ ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വന്നു ചേരുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. അലച്ചിലുമായി ബന്ധപ്പെട്ട് ചില ദോഷകരമായ ഫലങ്ങൾ, ചില കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രതികൂലമാവുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. ചെറുനേട്ടങ്ങൾ, ഉറ്റവരുടെ പിന്തുണ, സാമ്പത്തിക സഹായം എന്നിവ ജീവിതത്തിലേക്ക് വന്ന് ചേരാവുന്നതായ സമയമാകുന്നു. അത്തരത്തിൽ അനുകൂലമായ കാര്യങ്ങളും ഈ സമയം സംഭവിക്കാം. അതിനാൽ ഈ വർഷം ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ച് നിങ്ങൾ മുന്നോട്ട് പോവുക. പൂരുരുട്ടാതി നക്ഷത്രക്കാർ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, ജന്മശനിയുടെ കാലമാണ് ഇത്. വർഷാദ്യം ശനി ജന്മനക്ഷത്രത്തിൽ വക്ര സഞ്ചാരത്തിലുമാണ്. അതിനാൽ പല കാര്യങ്ങളിലും മന്ദത വന്നു ചേരാം.
പ്രവർത്തന രീതിയെ മന്ദത ബാധിക്കുവാനുള്ള സാധ്യതകളുണ്ട്. ആലസ്യം ചിന്തകളെയും ബാധിക്കാം. പലവിധ അന്വേഷണങ്ങൾ നടത്തും. എന്നിരുന്നാലും അത് നിങ്ങളുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളിൽ ഉത്തരം നിങ്ങൾക്ക് കണ്ടെത്തുവാൻ സാധിക്കണം എന്നില്ല. അന്വേഷണങ്ങൾ പോലും നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കണം എന്നില്ല. വാഗ്ദാനങ്ങൾ നീണ്ടുപോകാം. തൊഴിലുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പ്രതികൂലമായി ഭവിക്കാം. നിലവിലെ തൊഴിൽ ഉപേക്ഷിക്കുവാനുള്ള ചിന്തകൾ വരികയാണ് എങ്കിൽ അത് കരുതലോടെ വേണം. ഉപേക്ഷിക്കാതിരിക്കുകയും നിലവിലുള്ള ജോലിയിൽ നിന്നുകൊണ്ട് തന്നെ മറ്റൊരു ജോലി അല്ലെങ്കിൽ ഉയർന്ന ജോലി നോക്കുന്നതാണ് ശുഭം. കടം വാങ്ങിയത് തിരികെ നൽകുവാൻ അല്പം ക്ലേശിക്കേണ്ടതായി വരും എന്ന കാര്യവും ഓർക്കുക. രോഗങ്ങൾ വന്ന് ഭവിക്കും. എന്നിരുന്നാലും അത് പൂർണ്ണമായും വിട്ടുപോകുവാൻ അല്പസമയം എടുക്കും എന്ന കാര്യവും ഓർക്കുക. പല വ്യക്തികളുമായി ബന്ധപ്പെട്ട ബന്ധങ്ങളിൽ വിള്ളൽ വീഴുവാനുള്ള സാധ്യതകളും കൂടുതലാകുന്നു. വിവാഹ കാര്യങ്ങൾ നീളുവാനുള്ള സാധ്യതകളും കൂടുതൽ തന്നെയാകുന്നു. കൂടാതെ ഈ സമയം ആദായം ലഭിക്കുന്നതായ ചില കാര്യങ്ങളും വന്നു ചേരാം. എന്നാൽ മകരമാസത്തിന് ശേഷം കൂടുതലായും ഗുണാനുഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. അതിനാൽ ഈ സമയം, അതായത് മകരമാസം വരെയുള്ള സമയം അല്പം ശ്രദ്ധയോടെ തന്നെ പ്രധാനമായും മുന്നോട്ട് പോവുക. അതിനുശേഷം കാര്യങ്ങൾ കൂടുതൽ നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കും. ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് ജന്മനക്ഷത്രത്തിൽ രാഹു സഞ്ചരിക്കുന്നതിനാൽ ചില കാര്യങ്ങളിൽ ദോഷകരമായ ഫലങ്ങൾ വന്നു ചേരാം. നിങ്ങളുടെ സ്വന്തം ശക്തി നിങ്ങൾക്ക് തിരിച്ചറിയുവാൻ സാധിക്കണം എന്നില്ല. ദൗർബല്യങ്ങളും തിരിച്ചറിയുവാൻ നിങ്ങൾക്ക് സാധിക്കില്ല എന്നതാണ് വാസ്തവം. വൈകാരികമായ പ്രതികരണങ്ങൾ നടത്തുകയും അത് നിങ്ങൾക്ക് പല വിധത്തിലുള്ള ദോഷകരമായ കാര്യങ്ങൾ വന്നു ചേരുന്നതിനും കാരണമായി തീരാം. ശത്രുക്കൾ വന്നു ചേരാം. ശത്രുക്കളെ സൃഷ്ടിക്കുവാൻ അത് കാരണമായി തീരും. അതിനാൽ തന്നെ അത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ച് അല്ലെങ്കിൽ ഒഴിവാക്കി മുന്നോട്ട് പോവുക. ഈ സമയം ശരിയായ രീതിയിലുള്ള തീരുമാനങ്ങൾ ശരിയായ സമയത്ത് എടുക്കുവാൻ സാധിക്കാതെ കുഴങ്ങിപ്പോകുന്നതായ അവസ്ഥ ഈ വർഷം നിങ്ങൾക്ക് വന്ന് ചേരാവുന്നതാണ്. അത്തരം കാര്യങ്ങളിലും ശ്രദ്ധ പുലർത്തേണ്ടത് അനിവാര്യമാകുന്നു. 7 ശനിക്കാലം കൂടിയാകയാൽ സമയബന്ധിതമായി പ്രവർത്തിക്കുവാൻ സാധിക്കാതെ നിങ്ങൾക്ക് വരും. അതിനാൽ തന്നെ പല ദോഷകരമായ ഫലങ്ങളും വന്നു ചേർന്നു എന്ന് വരാം. വിയോഗങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യതകളുണ്ട്. അത് ഉറ്റവരുടെയുമാകാം. സാമ്പത്തികപരമായ കാര്യങ്ങളിൽ വളരെയധികം ശ്രദ്ധ നിങ്ങൾ പുലർത്തേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. കടക്കണി വരാതെ നോക്കേണ്ടതായിട്ടുണ്ട്. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് അല്പം നേട്ടങ്ങൾ കുറയുവാനുള്ള സാധ്യതകളുണ്ട്. അതിനാൽ അത്തരം കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. ഈ സമയം കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ ലഭിക്കാനുള്ള സാധ്യതകൾ തന്നെ കൂടുതലാകുന്നു. സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ടും ഇത്തരത്തിൽ ചില മാർഗനിർദ്ദേശങ്ങൾ നിങ്ങൾക്ക് ലഭിക്കാനുള്ള സാധ്യതകളുണ്ട്. അതിനാൽ ഇത്തരം കാര്യങ്ങൾ ഈ വർഷം പ്രധാനമായും നിങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. എടുത്തുചാട്ടം, ക്രോധം തുടങ്ങിയ കാര്യങ്ങൾ, മുൻകോപം തുടങ്ങിയ കാര്യങ്ങൾ ഒഴിവാക്കി മുന്നോട്ട് പോകുവാൻ പ്രത്യേക ശ്രദ്ധ നിങ്ങൾ ഈ വർഷം പുലർത്തേണ്ടതായിട്ടുണ്ട്. രേവതി നക്ഷത്രക്കാർക്ക് ശനി, രാഹു, വ്യാഴം തുടങ്ങിയ ഗ്രഹങ്ങൾ അനുകൂലം അല്ലാത്തതിനാൽ തീരുമാനങ്ങൾ ശ്രദ്ധാപൂർവം കൈക്കൊള്ളണം എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. പല തീരുമാനങ്ങളും തെറ്റിപ്പോകുവാനും പലവിധ നഷ്ടങ്ങൾക്കുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. നിലവിലുള്ള ജോലി ഉപേക്ഷിക്കുവാനുള്ള ചില പ്രേരണകൾ ഉണ്ടാകുന്നതാണ്. പുതിയ തൊഴിൽ ലഭിക്കുക എന്നത് പെട്ടെന്ന് നടക്കണം എന്നില്ല, എളുപ്പമാകില്ല എന്ന് തന്നെ പറയാം. ഉദ്യോഗസ്ഥർക്ക് പലവിധ പിന്തുണകൾ ലഭിച്ചിരുന്നു. എന്നിരുന്നാൽ പോലും ഇപ്പോൾ സഹപ്രവർത്തകരുടെയോ അല്ലെങ്കിൽ മറ്റു വ്യക്തികളുടെയോ പിന്തുണ അല്പം കുറയുവാനുള്ള സാധ്യതകളുണ്ട്. കൂടാതെ നിങ്ങളുടെ ജീവിതത്തിൽ പല സമയത്തും സഹായങ്ങൾ സ്വീകരിക്കേണ്ടതായ അവസ്ഥകൾ വന്നു ചേരാം. വിദ്യാർത്ഥികൾക്ക് ചില വിദ്യയിൽ തടസ്സങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. ചില വ്യക്തികളുടെ അപ്രീതി വന്നു ചേരുവാനുള്ള സാധ്യതകളും കൂടുതൽ തന്നെയാകുന്നു. വ്യവഹാരങ്ങൾ അത് ഒഴിവാക്കുന്നതാണ് ശുഭകരം. അത്തരം കാര്യങ്ങൾക്ക് മുതിരാതെ
രമ്യതയിൽ തന്നെ പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. സാമ്പത്തികപരമായ അച്ചടക്കം നിങ്ങൾക്ക് അനിവാര്യമായ സമയമാണ് ഈ വർഷം എന്ന കാര്യം ഓർക്കുക. അല്ലെങ്കിൽ പലവിധ നഷ്ടങ്ങൾ, കടബാധ്യതകൾ വന്നു ചേരുവാൻ സാധ്യത കൂടുതൽ തന്നെയാകുന്നു. എന്നാൽ നിങ്ങൾക്ക് വന്നു ചേർന്നിരിക്കുന്നതായ ദോഷകരമായ ഫലങ്ങൾ മകരമാസം തൊട്ട് അനുകൂലമായി തീരുവാൻ, കുറേശ്ശെ അനുകൂലമായി തീരുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. അതിനാൽ അനുഭവിച്ചതായ പല പ്രശ്നങ്ങൾക്കും ഈ സമയം പരിഹാരങ്ങൾ കണ്ടെത്തുവാനോ അല്ലെങ്കിൽ കൂടുതൽ ധനപരമായോ അല്ലെങ്കിൽ മറ്റു നേട്ടങ്ങളോ ജീവിതത്തിലേക്ക് വന്നു ചേരുവാൻ ഈ സമയം സാധ്യത വളരെ കൂടുതൽ തന്നെയാകുന്നു.